ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സവോള എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി തൊലി കളഞ്ഞത്, വെളുത്തുള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് എല്ലാക്കി എടുത്തു വെച്ചതാണേ. കറിവേപ്പില, പുഴുങ്ങിയ മുട്ട, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് വരാം. അടിഭാഗം കട്ടിയുള്ള പാത്രം വേണം നമുക്ക് ഇതിനെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ടാകുമ്പം ഇതിൻ്റെ അടിക്ക് പിടിക്കും. അടിഭാഗം കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഈ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടണം. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ടിട്ട് നല്ല ചെറിയ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. വലിയ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചധികം സമയമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ഒന്നും കരിഞ്ഞു പോകുന്നില്ല, എല്ലാം നല്ല ഇതായിട്ട് കിട്ടും. ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്താൽ മതി. അപ്പോഴേക്ക് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ബാക്കിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുറിച്ചിട്ട തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എല്ലാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നത് നല്ലത് കേട്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായി വഴന്ന് വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല മണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ നല്ല കളറിലുണ്ടാവില്ലേ. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഞാൻ മസാലകളൊന്നും വേറെ ചിക്കൻ മസാലയോ എഗ്ഗ് മസാലയോ അങ്ങനെ ഞാൻ ഉപയോഗിക്കില്ല. ഇത്രയേ ഉപയോഗിക്കുള്ളൂ. ഇതെല്ലാം നന്നായി വഴന്ന് നല്ല മണം. റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ തൊലി കളഞ്ഞു വെച്ച മുട്ട ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. എന്നിട്ടിത് നല്ല മൂടി കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.